ഞാനിപ്പോ നിൽക്കുന്നത് ഡോക്ടർ മുത്തൂസ് കോളേജിന്റെ കമ്പ്യൂട്ടർ ലാബിലാണ്. ഇവിടെ കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു കോളേജാണ്. അതിനോടൊപ്പം തന്നെ ലാബിന്റെ ഫെസിലിറ്റീസ് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ടില്ല. അത്രയേറെ ലാബ് ഫെസിലിറ്റീസ് കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു കോളേജാണ്. ഇപ്പൊ ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോ എന്റെ അടുത്ത് ഒരു മോള് വന്നായിരുന്നു. മോളിങ്ങനെ സംസാരിക്കണ്ടായി. അപ്പൊ മോളുടെ പേരെന്തായിരുന്നു? അർഷിത. അർഷിത എവിടെ നിന്നാ വരുന്നേ? എറണാകുളത്ത് നിന്ന് വരുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം മലയാളീസ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ, സീനിയേഴ്സ് ആയാലും ജൂനിയേഴ്സ് ആയാലും മലയാളി കുട്ടികളാണ് കൂടുതൽ. തമിഴ് സ്റ്റുഡൻസ് ഉണ്ടോ? തമിഴ് സ്റ്റുഡൻസും ഉണ്ട്, കൂടുതലും മലയാളം. ശ്രദ്ധിച്ച് അതാണ്. എങ്ങനെയാ മോളെ മുത്തൂസിനെ കുറിച്ച് അറിഞ്ഞത്? ഫാമിലി വഴി വന്നതാണ്. എങ്ങനെയുണ്ട് വന്ന് അഡ്മിഷൻ ഒക്കെ എടുക്കുന്നതിന് മുന്നേ കോളേജൊക്കെ വന്ന് കണ്ടായിരുന്നു? കോളേജ് ഹോസ്പിറ്റലൊക്കെ അന്ന് കണ്ടായിരുന്നു. ഹോസ്പിറ്റലിലും പോയായിരുന്നു. നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലാണ്. സ്റ്റാഫ്സ് ആണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും നിറയെ പേരുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി എല്ലാം അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ പേഷ്യന്റ് കൗണ്ട് ഒക്കെ നോക്കുമ്പോ എങ്ങനെയാ മോളെ? പേഷ്യന്റ് കൗണ്ട് പറയുമ്പോ നല്ല പേഷ്യന്റ് കൗണ്ട് ഉണ്ട്. കാരണം ഇവിടെ ഓർത്തോ ആയിരുന്നു ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട്. അപ്പൊ നല്ല കേസ് അധികം എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഓർത്തോയിലൊക്കെ അത്യാവശ്യം നല്ല കേസ്. എനിക്ക് തോന്നുന്നു മോള് OT-AT ആണല്ലേ? അതെ, സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ്. അപ്പൊ എന്റെ കൂടെ ഉള്ളത് സെക്കൻഡ് ഇയർ OT-AT സ്റ്റുഡന്റ് ആണ്. അപ്പൊ മോളെ എങ്ങനെയാണ് നമ്മുടെ ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ വരുന്നതാണ്? നമ്മുടെ ഇപ്പോ നോർമലി 10 സ്റ്റുഡൻസ് ആണ് നിങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്നത്. അപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ക്ലാസ് ഒക്കെ നല്ല എടുത്തരാറുണ്ട്. ടേബിളിന് ചുറ്റും ഇരുന്ന് പഠിക്കുന്ന മാതിരി തന്നെയാണ്. അല്ലാതെ ഒരു ടീച്ചർ സ്റ്റുഡന്റ് എന്നുള്ള ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ നല്ലൊരു ബോണ്ടാണ് മാമായിട്ടും. നല്ല ബോണ്ടാണ്. ഇപ്പൊ സീനിയേഴ്സ് ഒക്കെ എങ്ങനെയാ? സീനിയേഴ്സ് അടിപൊളിയാ. സീനിയേഴ്സ് നല്ല എല്ലാം പറഞ്ഞു തരാറുണ്ട്. ഞങ്ങൾക്ക് അറിയാത്തതാണെങ്കിലും ചോദിച്ചാലും എല്ലാം പറഞ്ഞു തരാറുണ്ട്. നല്ല ബോണ്ടാണ്. വന്നപ്പോഴൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നിട്ടുണ്ടാവുമല്ലോ, സീനിയേഴ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ. അപ്പൊ അതൊന്നും ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു? ഇല്ല, ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അവര് നല്ല ബോണ്ടാണ്. അത് പാരന്റ്സിന് നന്നായി, അവരോടാണെങ്കിലും നല്ല അറ്റാച്ച് ആണ്. എല്ലാരും ഒരു ഫാമിലി പോലെയാണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടുത്തെ ലാബ് ഫെസിലിറ്റീസും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മോക്ക് പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഫസ്റ്റ് ഇയർ മുതലേ പോസ്റ്റിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പോസ്റ്റിംഗ് കിട്ടിയായിരുന്നു? ഫസ്റ്റ് ഇയർ. ഇപ്പൊ നോർമലി സ്റ്റുഡൻസിന് ഫസ്റ്റ് ഇയർ ഒന്നും പോസ്റ്റിംഗ് ഒരു കോളേജുകളിലും കൊടുക്കാറില്ല. പ്രീ ക്ലിനിക്കൽസ് മാത്രമാണ് കൊടുക്കുന്നത്. ക്ലിനിക്കൽസ് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സാണ് കൊടുക്കുന്നത്. ഇപ്പം മുത്തൂസിനെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല. അവർക്ക് ഫസ്റ്റ് ഇയർ തന്നെ പോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ OT-AT എടുത്ത സ്റ്റുഡന്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു മോളെ ഫസ്റ്റ് ഇയർ പോയപ്പോഴത്തേക്ക് ഉണ്ടായ ഒരു ഫീലിംഗ് എന്തായിരുന്നു? എനിക്ക് കൂടുതൽ പ്രാക്ടിക്കൽ പഠിക്കാൻ പറ്റി. എല്ലാം കണ്ടുപഠിക്കാനും അതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. നന്നായി പഠിക്കാനും പറ്റി. ഫസ്റ്റ് ഇയർ മുതൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തിയറി പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും പ്രാക്ടിക്കൽസ് കണ്ടപ്പോഴത്തേക്ക്. അപ്പൊ അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു? ഉറപ്പായും. പിന്നെ ഇവിടുത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതൊക്കെ മാനേജ്മെന്റ് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാത്തിനും. എന്തിനാണെങ്കിലും ശരി ഭയങ്കര സപ്പോർട്ടാണ്. സെലിബ്രേഷൻ ആണെങ്കിലും ശരി എല്ലാത്തിനും ഒന്നിച്ചേ നിൽക്കുള്ളൂ. സൺഡേ ആഴ്ച എല്ലാരും ഒന്നിച്ചു കൂടി നല്ല എൻജോയ്മെന്റ് ആയിരിക്കും. ഇപ്പൊ പുറത്തൊക്കെ പോകണമെങ്കിൽ അതിനുള്ള പെർമിഷൻസ് കാര്യങ്ങളുണ്ടോ? അതെ. പിന്നെ മോളെ ഇപ്പൊ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് സെക്യൂരിറ്റിയുടെ കാര്യം. എല്ലാവരും ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് മുത്തൂസിൽ വന്നിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഫീലിംഗ് എങ്ങനെയാണ്? നല്ല പോലെ ഉണ്ടോ? സേഫ് ആണോ? ഉറപ്പായും സേഫ് ആണ്, കുഴപ്പമില്ല. ഞങ്ങൾക്ക് നൈറ്റ് ആണെങ്കിൽ സെക്യൂരിറ്റി പുറത്തുണ്ടാവും. പിന്നെ ഹോസ്റ്റലിലാണെങ്കിൽ വാർഡൻ മാം ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ ഇവിടുത്തെ മൊത്തത്തില് നമ്മുടെ മുത്തൂസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല സ്റ്റുഡന്റ് വന്ന് മോളുടെ അടുത്ത് ചോദിക്കുകയാണ് മുത്തൂസ് എങ്ങനെയാണ് ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോക്ക് എന്താ പറയാനുള്ളത്? നല്ലൊരു കോളേജാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കൂടുതലും പ്രാക്ടിക്കൽ ആണെങ്കിലും തിയറി ആണെങ്കിലും നല്ലോണം പഠിക്കാൻ പറ്റും. എല്ലാം കൊണ്ടും പ്രാക്ടിക്കലൊക്കെ നല്ലോണം കിട്ടും. ഡോക്ടേഴ്സ് ആണെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ്. ഡോക്ടേഴ്സ് നല്ല ക്ലാസ് എടുത്ത് തരാറുണ്ട്. ക്ലാസ് കിട്ടാറുണ്ട്. അവര് OT-യിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു തരാറുണ്ട് നല്ലോണം. നിങ്ങൾക്ക് പേഷ്യന്റ് എക്സ്പ്ലോർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ കുറച്ച് സ്റ്റുഡൻസ് ആയതുകൊണ്ട് അത് എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കോളേജുകളെ കമ്പയർ ചെയ്യാം. അപ്പൊ എന്തായാലും മോൾ ഇവിടെ 100% ഓക്കെയാണ്. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാലോ ന്യൂ സ്റ്റുഡൻസിന്. വെൽക്കം ചെയ്യാം. പറഞ്ഞോ മോളെ, എന്താ പറയാനുള്ളത്? ഇപ്പൊ ഇനി ഇങ്ങോട്ട് വരുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് മോക്ക് എന്താ പറയാനുള്ളത്? നല്ല പ്രാക്ടിക്കൽ ആണെങ്കിലും തിയറി ആണെങ്കിലും നല്ല സപ്പോർട്ടായിട്ടൊരു മാം നിൽക്കും. പിന്നെ എന്തുകൊണ്ട് ഡോക്ടേഴ്സിന്റെ ക്ലാസ് ഒക്കെ ഉണ്ടാവും. നല്ലോണം പഠിക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല ക്ലാസ്. ഓക്കെ മോളെ, മോക്കും നല്ലൊരു ഫ്യൂച്ചർ ഞാൻ ആശംസിക്കുന്നു. നല്ലൊരു OT-AT ടെക്നീഷ്യനായിട്ട് വരട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഡോക്ടർ മുത്തൂസിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം.